മുടികൊഴിച്ചിൽ ഇന്ന് നമ്മളിൽ പലരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് മുടികൊഴിച്ചിൽ. മുടികൊഴിച്ചിനുള്ള ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് എന്തുകൊണ്ട് മുടി കൊഴിയുന്നു എന്നുള്ള കാരണം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഒരു വ്യക്തിക്ക് അവരുപയോഗിക്കുന്ന ഷാമ്പുവിൻ്റെ കെമിക്കൽ കണ്ടൻറ്റ് കൂടിയാലോ മുടികൊഴിച്ചിൽ ഉണ്ടാകുന്നതാണ്. ഇല്ലെങ്കിൽ PCOD, തൈറോയ്ഡ് എന്നീ ഹോർമോണൽ ഡിസീസ് ഉള്ളവർക്ക് മുടികൊഴിച്ചിൽ ഉണ്ടാകുന്നതാണ്. നല്ല കട്ടിയുള്ള നല്ല ഹാർഡായിട്ടുള്ള ടവൽ യൂസ് ചെയ്യുന്നവർക്കും മുടികൊഴിച്ചിൽ ഉണ്ടാകുന്നതാണ്. ഇതെല്ലാം ഇല്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുമാണ്. പൊടിപടലങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്കും ഇത് കണ്ടുവരുന്നുണ്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് സുജോക് തെറാപ്പിയിലെ സീഡ് തെറാപ്പി വെച്ച് എങ്ങനെ മുടികൊഴിച്ചിലിനെ ഇല്ലാതാക്കാം എന്നാണ്. ഇതാണ് ഞാൻ പറഞ്ഞ സീഡ്. രാജ്മ സീഡ് എന്നാണ് ഇതിൻ്റെ പേര്. കിഡ്നി ബീൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇത് സാധാ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഇത് വെച്ചാണ് നമ്മൾ ഇന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മുടെ കൈ എടുക്കുക. കയ്യിലെ നടുവിരലിൻ്റെ നടുക്ക് കൂടെ 2 വിരൽ ഇങ്ങനെ മുകളിലേക്ക് ഓടിക്കുക. ഓടിച്ച് നമ്മുടെ കൈ ചെന്ന് സ്റ്റെക്കായി നിൽക്കുന്ന ഈ ഒരു പൊസിഷനിൽ വേണം നമ്മൾ ഈ സീഡ് വെക്കേണ്ടത്. 2 സീഡ് എടുക്കുക. ഇതിൻ്റെ മുള പൊട്ടുന്ന വശം നമ്മൾ ഇതിൻ്റെ ഈ സ്റ്റെക്കായ സ്ഥലത്ത് വെക്കുക. അതുപോലെ ഇപ്പുറത്തേക്കും വെക്കുക. ഇതിങ്ങനെ വെച്ചതിന് ശേഷം ടേപ്പ് വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ടേപ്പ് സാധാരണ നമുക്ക് നമ്മുടെ മെഡിക്കൽ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. മാസ്കിംഗ് ടേപ്പ് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. ഇതുപോലെയാണ് നമുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ടാവുക. ഇനി ഇതെപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ സീഡ് തെറാപ്പി എല്ലാം നമ്മൾ രാത്രി സമയങ്ങളിലാണ് ചെയ്യേണ്ടത്. നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് വേണം ഇത് ചെയ്യാൻ. രാവിലെ എണീച്ചതിന് ശേഷം നമുക്കിത് ഊരി കളയാവുന്നതാണ്. അപ്പോൾ ഇത് ചെയ്ത് 3 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടാവും. ഹെയർ ലോസ് നിൽക്കുന്നുണ്ടാവും. നല്ല രീതിയിൽ മുടി വളരാനും നമുക്കിത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് എത്ര ദിവസം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 15 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.